ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ആക്റ്റീവ് സബ് വൂഫറാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആക്റ്റീവായിട്ടും പാസീവായിട്ടും നമുക്ക് ഈ ഒരു സബ് വൂഫർ നമുക്ക് ഉപയോഗിക്കാം. JBLൻ്റെ സബ് വൂഫറാണ്. 325 RMS വരുന്ന 1500 പീക്ക് പവർ വരുന്ന സബ് വൂഫറാണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ആക്റ്റീവ് സബ് വൂഫർ പ്ലേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഓഡിയോക്സിൻ്റെ ആക്റ്റീവ് സബ് വൂഫർ പ്ലേറ്റാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള 300 വാട്ട്സിൻ്റെ. ഇത് നമുക്ക് ആക്റ്റീവായിട്ടും പാസീവായിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്റ്റീവ് ആക്കാം, അതുപോലെ തന്നെ പാസീവ് ആക്കാം. അതുപോലെയാണ് ഈ ഒരു സബ് വൂഫർ ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരത്തുള്ളൊരു പാർട്ടി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ ഒരു സബ് വൂഫർ പ്ലേറ്റ് വെച്ചിട്ട് ആക്റ്റീവ് സബ് വൂഫർ ചെയ്തിട്ടുള്ളത്. അതായത് 2 മോഡലിൽ ആക്റ്റീവായിട്ടും പാസീവായിട്ടും ഉപയോഗിക്കാൻ പാകത്തിന് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സബ് വൂഫറിൻ്റെ ആംപ്ലിഫയർ പ്ലേറ്റിന് എക്സ്ട്രാ ഒരു അറ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടാണ് ഈ ഒരു ആക്റ്റീവ് സബ് വൂഫർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലുപയോഗിച്ചിരിക്കുന്ന സബ് വൂഫർ ഒറിജിനൽ സബ് വൂഫർ തന്നെയാണ്. അത് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കാലി ബോക്സ് ചെയ്തപ്പോഴും ആ കാലി ബോക്സ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഗ്രില്ലൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഫുൾ കവർ ഗ്രില്ലിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ബോക്സുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നമ്പർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ വിളിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഏത് മോഡൽ വേണമെങ്കിലും 3 വേ വേണമെങ്കിൽ 3 വേ, അതുപോലെ തന്നെ സബ് വൂഫർ ബോക്സ്, ആക്റ്റീവ് സബ് വൂഫർ, അതുപോലെ തന്നെ പാസീവ് സബ് വൂഫർ ബോക്സ്, ഏത് വേണമെങ്കിലും ചെയ്ത് ഞങ്ങൾ അയച്ചു തരും, കറക്റ്റായിട്ട് അയച്ചു തരും.